ഇന്ന് നമുക്ക് നല്ലൊരു ഗ്രേപ്പ് ജ്യൂസും ബർഗറും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അത് വെജ് ബർഗറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് റെഡിയാക്കി എടുക്കാം. 2 കളറുള്ള മുന്തിരിയും എടുത്തിട്ടുണ്ട്. രണ്ടും ഈക്വൽ ആയിട്ടാണ് എടുത്തത്. 1/2 കപ്പ് കറുത്ത മുന്തിരിയും 1/2 കപ്പ് പച്ച മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഐസ് ക്യൂബ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള എടുത്താൽ മതി. പിന്നെ 1 ഗ്ലാസ് വെള്ളം, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിൽ വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കാരണം ബാക്കിയുള്ളത് വേസ്റ്റായി പോകരുത്, അതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ബാക്കിയുള്ള ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തതാണിത്. ഇതൊന്ന് നമുക്ക് നന്നായി സ്ട്രെയിൻ ചെയ്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത്. 2 കളറുള്ള ഗ്രേപ്സാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. ഇനി നമുക്ക് ബർഗർ റെഡിയാക്കാം. അതിനാദ്യം തന്നെ പാറ്റി റെഡിയാക്കണം. പാറ്റി ഞാനിവിടെ നമ്മൾ കുട്ടികൾക്കൊക്കെ റൈസൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു കപ്പ് റൈസും എടുക്കുക. അതിലേക്ക് നല്ല വേവിച്ച റൈസാണ്. അതിലേക്ക് 2 പൊട്ടാറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്തത് അതും സ്മാഷ് ചെയ്യുക. അതിനുശേഷം ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഏകദേശം ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. കുറച്ച് എരിവിന് ആവശ്യമുള്ളത് ഇട്ടാൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൈ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. നന്നായി കൈ വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള നന്നായി ചോപ്പ് ചെയ്തത്, പിന്നെ ഈ ഒരു ബ്രെഡ് ക്രംസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഇടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് പാറ്റീൻ്റെ രൂപത്തിൽ റൗണ്ടിലാക്കി എടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് റൗണ്ടിൽ തന്നെ കിട്ടണമല്ലോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേറൊരു പ്ലേറ്റിൽ ഇതേപോലെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 മുട്ട ആണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു റൗണ്ടിലാക്കിയതിന് ശേഷം ഈ മുട്ടേൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസിൽ എല്ലാ ഭാഗവും കോട്ട് ചെയ്തെടുക്കുകയാണ്. ബ്രെഡ് ക്രംസിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ ആക്കി കൊടുക്കണം. അതാണ് ലാസ്റ്റ് നമുക്ക് ക്രിസ്പായിട്ട് കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ 2-3 തവണകളായിട്ട് ഞാനിങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം വലിയ ബർഗറായിരിക്കുമല്ലോ, അപ്പോൾ ബർഗറിൻ്റെ വലുപ്പത്തിലാണ് റൗണ്ടാക്കിയിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഒരു 5 ബർഗർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ 5 ബർഗറിനുള്ള പാറ്റിയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. സൺഫ്ലവർ ഓയിലിൽ വേണം എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഓരോരോ പാറ്റികളും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതേപോലെ തിരിച്ചിട്ട് നമുക്ക് ഇതേ കളർ തന്നെ ആവണം, ഗോൾഡൻ കളർ ആവണം. എല്ലാം വെന്ത സാധനങ്ങളാണ്, അതുകൊണ്ട് വല്ലാതെ നമ്മൾ എണ്ണയിൽ കുറേ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ ഇതേപോലെ കളറായി കിട്ടും, ക്രിസ്പും ആയി കിട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മൾ പാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു പാനിലേക്ക് മാറ്റണം. അങ്ങനെ ഞാനിതിപ്പോൾ വേറൊരു പാനിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ എല്ലാ ഓയിലും പോയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ 2ാമത്തെ പാറ്റിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയാണ് നമ്മൾ ബർഗർ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ 2 പീസാക്കിയിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ കുറച്ച് മയോണൈസും ഇതേപോലത്തെ ഒരു കളറാക്കി എടുക്കണം. ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ഉണ്ടാവുക. അപ്പോൾ അതേപോലെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഒറിഗാനോ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഉപ്പൊന്നും ഇടണ്ട, കാരണം കെച്ചപ്പിലൊക്കെ എല്ലാം ഉണ്ടാകും. പിന്നെ അതേപോലെ നമുക്കിത്
2 പീസ് ബർഗർ ബന്നിൻ്റെ മേലെയും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ 2 പീസിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലെറ്റേഴ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ നടുക്ക് വെച്ചാൽ മതി. പിന്നെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ പാറ്റി നേരത്തെ ഉണ്ടാക്കി വെച്ച പാറ്റി റെഡി ആയിട്ടുണ്ട്. അതും വെച്ച് അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മയോണൈസിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള ബർഗർ ബന്ന് വാങ്ങിയത്, അപ്പോൾ അത് അതിൻ്റെ മേലെ വെച്ച് അങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക.